നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. എസ് രാജമൗലിയുടെ ബ്രഹ്മാണ്ഡ ചിത്രം ബാഹുബലി 2 ഏപ്രിൽ 28-ന് തിയേറ്ററുകളിൽ എത്തുകയാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞ് ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുന്നു. ഇതിനിടെ തന്റെ അടുത്ത ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് രാജമൗലി, അതും ബാഹുബലിയേക്കാൾ വലിയ ചിത്രം. രാജമൗലി മഹാഭാരതം ഒരുക്കുന്നുവെന്ന വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി. 400 കോടിയോളം ചിലവ് പ്രതീക്ഷിക്കുന്ന ചിത്രത്തിൽ മോഹൻലാലും രജനീകാന്തും ആമിർ ഖാനും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുവെന്നും നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു. മൂവരോടും ഇക്കാര്യം രാജമൗലി ചർച്ച ചെയ്തതായും സൂചനകളുണ്ട്. രാജമൗലിയുടെ മനസ്സിലിരിപ്പ് നടക്കുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകും. ബാഹുബലിക്കായി 3.5 വർഷമാണ് മാറ്റിവെച്ചതെങ്കിൽ ഈ പ്രൊജക്ടിനു വേണ്ടി അദ്ദേഹം മാറ്റിവെക്കുക 5 വർഷമായിരിക്കും. മഹാഭാരതത്തെ ആസ്പദമാക്കി എപ്പിക് ട്രയോളജിയാണ് രാജമൗലി ഒരുക്കുന്നത്. അടുത്തിടെ ഒരു പ്രമുഖ ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രാജമൗലി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സിനിമയുടെ തിരക്കഥ പൂർത്തിയാക്കിയതിനു ശേഷമാകും ചിത്രം അനൗൺസ് ചെയ്യുക. ബാഹുബലി പോലെ തന്നെ നൂതന സാങ്കേതിക വിദ്യയുടെ എല്ലാ സഹായത്തോടെയുമായിരിക്കും മഹാഭാരതവും ഒരുങ്ങുക. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായിരിക്കും ചിത്രത്തിന്റെ റിലീസ്. ബോളിവുഡിൽ നിന്നും തെന്നിന്ത്യയിൽ നിന്നുമുള്ള സൂപ്പർ താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കും. മഹാഭാരതം സിനിമയാകുമ്പോൾ അതിൽ അഭിനയിക്കാൻ ആമിറും താൽപര്യം പ്രകടിപ്പിച്ച് നേരത്തെ രംഗത്തെത്തിയിരുന്നു. ആമിർ ഖാന് കൃഷ്ണനാകാനാണ് താൽപര്യം. നേരത്തെ ഗരുഡ എന്ന പേരിട്ട മഹാഭാരതം ആസ്പദമാക്കി രാജമൗലി ചിത്രം ഒരുക്കുന്നുവെന്ന വാർത്ത വന്നിരുന്നു. 4 ഭാഗങ്ങൾ വേണ്ടിവരുന്ന ഈ സിനിമ പൂർത്തിയാക്കാൻ 6 വർഷമെങ്കിലും വേണ്ടിവരുമെന്നും ധാരാളം മുന്നൊരുക്കങ്ങൾ ആവശ്യമാണെന്നും രാജമൗലി നേരത്തെ പറഞ്ഞിരുന്നു. മഹാഭാരതത്തിൽ ഭീമനെയായിരിക്കും മോഹൻലാൽ അവതരിപ്പിക്കുകയെന്നും ചില റിപ്പോർട്ടുകളുണ്ട്. രജനീകാന്തിന്റെ കഥാപാത്രത്തെപ്പറ്റി സൂചനകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഇത് സംബന്ധിച്ച് രാജമൗലി തന്നെ ഉടൻ പ്രഖ്യാപനം നടത്തുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.